പെഹൽഗാം ഭീകര ആക്രമണവും നരേന്ദ്രമോദിയുടെ അവസ്ഥയും. പെഹൽഗാം അതിദാരുണമായ സംഭവത്തോട് പ്രതികരിച്ച വിധത്തിലൂടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പുലിവാല് പിടിച്ചതുപോലെ ആയോ എന്ന ഒരു ചിന്ത ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ വശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഉള്ള മീഡിയ, ഭാരതത്തിൽ തന്നെ ചില ആളുകളുടെ കുശുകുശുപ്പ്, ഈ വിഷയം വളരെ വൈഷമ്യമേറിയ വിഷയമാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. ഇതിലൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് തന്നെ സാഹസികമാണ്. എന്നാലും ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ സൈന്യമായിട്ടോ യുദ്ധമായിട്ടോ യുദ്ധമുറകളായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഒരു കോണിൽ ഒതുങ്ങിപ്പോയ ഒരു വ്യക്തി എന്ന നിലയിലും, എന്നാൽ അതേസമയം തന്നെ 75 വർഷം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചത് വൃഥായായിട്ടല്ല എന്ന ഒരു സന്തോഷം, എന്ന ഒരു ആത്മധൈര്യം നിലനിൽക്കുന്നത് കൊണ്ട് ചില ചിന്തകൾ എന്നെ ശ്രദ്ധിക്കുന്ന അപൂർവം ചില ആളുകളുടെ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ഈ വീഡിയോയിലൂടെ പങ്കിടാനായിട്ട് ശ്രമിക്കാം. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഏവരുമായി പങ്കിട്ട വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ നിലപാടിൽ നിന്ന് എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞത്, പഹൽഗാമിൽ നടന്ന ഈ അക്രമത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും അല്ലെങ്കിൽ തോതും വെച്ച് നോക്കുമ്പോൾ ഇതിനോട് യുക്തമായും ആനുപാതികമായും പ്രതികരിക്കാതിരിക്കാൻ ഭാരതത്തിന് യാതൊരു സാധ്യതയുമില്ല. ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ. ഇത് കണ്ടില്ല, ഇത് നടന്നില്ല എന്ന് നടിക്കുവാൻ ഭാരതത്തിന് സാധ്യമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഞാൻ ആവർത്തിച്ച് പറയാൻ കാര്യം, കഴിഞ്ഞ വീഡിയോയിലോട് പ്രതികരിച്ചുകൊണ്ട് ഒരു മാന്യ സുഹൃത്ത് പറയുന്നു, താനും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയായി പോയല്ലോ, അത് ദൗർഭാഗ്യകരമാണ് എന്നാണ്. ഞാൻ യുദ്ധത്തെ കാംക്ഷിക്കുന്ന ആളല്ല, രക്തച്ചൊരിച്ചിൽ സന്തോഷിക്കുന്ന ആളുമല്ല. എന്നാൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നത് അവഗണിക്കാൻ യാതൊരു വിധത്തിലും മനസ്സുമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്, ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കാതിരിക്കുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ അല്ല, അങ്ങനെ ഒരു സാധ്യതയില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെ ഉദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മുടെ പ്രധാനമന്ത്രി പ്രതികരിക്കുക അദ്ദേഹത്തിൻ്റെ കടമയാണ്. എന്നാൽ അദ്ദേഹം പ്രതികരിച്ച രീതിയെപ്പറ്റി നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ടോ, അഭിപ്രായമുണ്ടോ? ഇത് മാത്രമാണ് നമ്മുടെ അന്വേഷണം. ഇവിടെ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതികരണം രണ്ട് വിധത്തിലാകാം. ഒന്ന്, ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് വിളിച്ചു കൂപ്പിക്കൊണ്ട് പ്രതികരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥ, അവിടെ ഉടലെടുക്കുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രഖ്യാപിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഉള്ളിൽ തടങ്കലിലാകുകയാണ്. He gets trapped in his own words. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ വഴക്കുണ്ടാകുമ്പോൾ ആദ്യം വഴക്ക് വാക്കുകളിലാണ് ആരംഭിക്കുന്നത്. പറഞ്ഞു വന്ന് നീ അത് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും, അത് ഞാൻ കാണിച്ചു തരാം, എന്നാ കാണിക്കട എന്ന് പറയുമ്പോഴാണ് അടി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരും എന്ന പ്രഖ്യാപനത്തിൽ കൂടെ അങ്ങനെ പറയുന്ന ആള് പറഞ്ഞ വാക്കിൽ അദ്ദേഹം തന്നെ കുരുക്ക് വീഴുകയാണ്. He gets trapped. അപ്പോൾ നാം നടത്തുന്ന പ്രസ്താവനകൾ, നാം എടുക്കുന്ന നിലപാടുകൾ നമ്മളുടെ കൈകാലുകൾ കെട്ടിയിടും എന്നത് ഒരു വാസ്തവികത തന്നെയാണ്. ഇത് ആരും നമ്മുടെ
പ്രിയങ്കരനായ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മളെക്കാളൊക്കെ ബുദ്ധിമാനാണ്. അവിടെ അദ്ദേഹത്തെ ഗുണദോഷിക്കാനല്ല ഞാനീ പറയുന്നത്. നാം ഒരുമിച്ച് ചിന്തിക്കുന്നു അത്രമാത്രം. അദ്ദേഹം എന്നെക്കാളൊക്കെ എത്രയോ വലിപ്പമേറിയ ചിന്താഗതിക്കാരനാണ്, അറിവിൻ്റെ നിറകൂടമാണ്. അപ്പം അദ്ദേഹത്തെ ഉപദേശിക്കാൻ ഈ ഉള്ളവൻ ഒന്നുമല്ല. അപ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ഇതിൻ്റെ തിക്തഫലം ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. നാം പൊതുവായൊരു പ്രസ്താവന നടത്തിയാൽ നാം നടത്തുന്ന പ്രസ്താവനയ്ക്ക് നാം തന്നെ അടിമകളായി. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുകയും നമ്മുടെ ചിന്താശക്തിയെ ഒരു വഴിക്ക് മാത്രം തിരിച്ചുവിടുകയും ചെയ്യും. പിന്നെ ആ വഴിക്ക് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധ്യമാകുകയുള്ളൂ. നാം ആദ്യമേ എടുക്കുന്ന നിലപാട് നിലവിലിരിക്കുന്ന സംഭവത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ പൂർണ്ണ സത്യത്തോട് നീതി പുലർത്തുന്നതാകണമെന്നില്ല. ഭൂരിപക്ഷ സാഹചര്യങ്ങളിലും നീതി പുലർത്താത്തതാണ്. പെട്ടെന്ന് ഒരു നിലപാടെടുത്തു, അതുവരെ ആ നിമിഷം വരെയുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നിലപാടെടുത്തു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ വിശദാംശങ്ങൾ വെളിയിൽ വരുന്നതോടെ ഒരു പക്ഷേ ഞാൻ എടുത്ത ആ നിലപാട് അത്ര ശരിയായില്ല എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞു എന്നൊന്നും അഭിപ്രായം എനിക്കില്ല, പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകപരിചയമുള്ളവർ, അതായത് എന്നെപ്പോലെ മണ്ടരല്ലാത്ത ആളുകൾ, വളരെ സൂക്ഷിച്ചും പറയണ്ട പറഞ്ഞിട്ട് വലിയ ആവശ്യമൊന്നുമില്ലാത്ത കാര്യങ്ങൾ പറയാതിരുന്നു പൊതുവായ വലിയ പ്രഖ്യാപനങ്ങൾ നടത്താതെയുമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന കഴിഞ്ഞ അനേക വർഷങ്ങളായി മനഃപൂർവ്വം രൂപീകരിച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യേക സാധ്യത, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത. പാകിസ്ഥാനിൽ ഒരാൾക്ക് ജനപ്രീതി ആർജിക്കണമെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചാൽ മതി. അപ്പം അങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്നവരോട് ഏറ്റവും കട്ടിയായിട്ട് പ്രതികരിച്ചാൽ ഇവിടെയും വേണ്ടതുപോലെ ജനപ്രീതി ആർജിക്കാൻ കഴിയും എന്ന ഒരു അവസ്ഥയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു അംശമായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇതിനോട് പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ. പക്ഷെ പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ തോത് എന്താണ്, ഇതിനെപ്പറ്റി പരസ്യമായി പ്രതിപാദിക്കാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനെ ആസ്പദമാക്കി അത് ഊതി വീർപ്പിച്ച് ഭാരതത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, അനുദിനം യുദ്ധത്തിൻ്റെ പോർവിളി നടത്തുകയും യുദ്ധത്തിൻ്റെ ഓരോ തന്ത്രത്തെയും അതിൻ്റെ ഓരോരോ നൂല് അഴിച്ചു പെറുക്കി ഇങ്ങനെയാണ് അടിക്കാൻ പോകുന്നത്, അവിടെ വിമാനം ഇങ്ങനെ ചീറ്റുന്നു, അവിടെ ബോംബ് ഇങ്ങനെ പറക്കുന്നു, അവിടെ ഇന്നയാളിനെ പിടിക്കുന്നു, ഇങ്ങനെയുള്ള വിശദാംശങ്ങൾ അതിൽ പങ്കെടുക്കുന്ന റിട്ടയർഡ് ആർമി ജനറൽസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ കാര്യമായ അസുഖമാണെന്ന് ഈ ഉള്ളവർ തോന്നുകയുള്ളൂ. ഇതിങ്ങനെ പൊതുവായി പറയേണ്ട കാര്യമേ അല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇനിയും ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി എടുത്ത നിലപാടിനോട് ഞാൻ യോജിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞത് പഹൽഗാമിൽ വന്ന ഈ അതിക്രമം ചെയ്തവരെ മാത്രമല്ല, അതിൻ്റെ പുറകിൽ വർത്തിച്ച ആളുകളെയും അവർ അർഹിക്കുന്ന വിധത്തിൽ പലരും വിചാരിക്കുന്നതിനപ്പുറത്ത് ശിക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനോട് യോജിക്കുന്ന വ്യക്തി തന്നെയാണ്. അത് ചെയ്യേണ്ടതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദിയിൽ നിന്ന് എനിക്കുള്ള വിയോജിപ്പ് എവിടെയാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. അത് ഇതുവരെയുള്ള അറിവ് വെച്ചാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചത് എന്താണെന്ന് പൂർണ്ണമായ അറിവ് എനിക്കില്ല. വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുകയാണ്. തീർച്ചയായും പെഹൽഗാമിൽ ഇപ്രകാരം ഒരു അക്രമം നടക്കണമെങ്കിൽ ചില ഭീകരവാദികൾ മാത്രം ചിന്തിച്ചത് കൊണ്ട് നടക്കുകയില്ല. അവരെ കാര്യമായി സഹായിക്കുകയും എന്ന് മാത്രമല്ല, അവരെ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശക്തി മറ്റ് എവിടെയോ ഉണ്ട് എന്നത്
മന്ദബുദ്ധികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതെന്നേക്കാൾ നന്നായി നരേന്ദ്രമോദിജിക്ക് അറിയാം, അമിത് ഷാജിക്ക് അറിയാം, അജിത് ദോവലിന് അറിയാം, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന് അറിയാം, നമ്മുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് മുഴുവൻ അറിയാം. ഇതാർക്കും അറിയാൻ മേത്ത കാര്യമല്ല ഞാനീ പറയുന്നത്. ഈ സംഭവത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഒന്ന് ആവർത്തിക്കാൻ പോവുകയാണ്. സാന്ദർഭികമായ തെളിവുകൾ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ പഹൽഗാമിലെ ഈ സംഭവം നാം അന്വേഷിച്ച് ചെന്നാൽ നാം ചെന്ന് മുട്ടുന്നത് പാകിസ്ഥാനിലെ ആർമി ചീഫായ ജനറൽ അസീം മുനീറിൻ്റെ വാതുക്കലായിരിക്കും. അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു സംശയമില്ല. തെളിവുണ്ടോ എൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും പ്രസ്താവനകളും, പ്രത്യേകിച്ച് ഈ മാസം 16-ാം തീയതി നടത്തിയ പ്രസംഗവും അതിലേറ്റ കയ്യടിയും അതിൽ ഉൾക്കൊണ്ടിരുന്ന ധ്വനികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചത് എന്നതിന് ന്യായമായ ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് ആരെങ്കിലും വാദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായുമില്ല. അത് 100% എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാനിലുള്ള ആളുകൾക്കറിയാം. അതിനേക്കാൾ വ്യക്തമായി പാകിസ്ഥാനിൽ വിദേശത്ത് പാർക്കുന്ന പാകിസ്ഥാനി വ്യക്തികൾക്കും അറിയാം. ഓവർസീസ് പാകിസ്ഥാനീസ് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണ് ജനറൽ മുനീർ ഇത് ചെയ്യിച്ചത്? അദ്ദേഹത്തിന് ഇതൊരു രാഷ്ട്രീയമായ കമ്പൾഷനായി. പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ആർമി എസ്റ്റാബ്ലിഷ്മെന്റും അവിടുത്തെ ജനവുമായി വളരെ വളരെ അകന്നിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം, അത് ആർമി എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കിയ നേതൃത്വമാണ്. അവിടെ ജനായത്ത തിരഞ്ഞെടുപ്പൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഉണ്ട്, പക്ഷേ അത് നടത്തുന്നത് മുനീറാണ്. അതിൻ്റെ റിസൾട്ടും നിശ്ചയിക്കുന്ന മുനീറാണ്. അതിനോടുള്ള ജനങ്ങളുടെ അതിർപ്പ് പൂർവാധികമായി കരകവിഞ്ഞൊഴുകുന്ന ഒരു സമയമാണ്. മാത്രവുമല്ല, പാകിസ്ഥാൻ വീണ്ടും ചിതറിപ്പോകും. ഒരു കാലത്ത് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശായി മാറിപ്പോയതുപോലെ ഇപ്പോൾ ഉള്ള വെസ്റ്റ് പാകിസ്ഥാൻ കഷ്ണം കഷ്ണമായി മുറിയും. ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺ ഏരിയയും ഒക്കെ സ്വതന്ത്രമാകും, ചിതറിപ്പോകും എന്ന ഭയം ആർമി എസ്റ്റാബ്ലിഷ്മെന്റിനെ നന്നായി ബാധിച്ചിരിക്കുന്ന ഒരു കാലം. ഇവിടെ പാകിസ്ഥാൻ ആന്തരികമായ ഐക്യം വീണ്ടെടുക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, സർവൈവലിന് തന്നെ ക്രിട്ടിക്കലാണ് എന്നൊരവസ്ഥയിലാണ്. അതിന് മുനീർ കണ്ട ഏക മാർഗമാണ് പാകിസ്ഥാനിലെ ജനങ്ങളെ ഇപ്പോഴുള്ള ഈ ദുരവസ്ഥയിൽ നിന്ന് മാറ്റി ചിന്നിച്ചിതറി പരസ്പരം വെറുത്ത് ആർമിയെ ശപിച്ച് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആളുകൾ വെറുത്ത് കഴിയുന്ന സാഹചര്യത്തിൽ അവരെ ഒന്നാക്കി തീർക്കാൻ ഒരു നറേറ്റീവ് ആവശ്യമാണ്. പഹൽഗാമിൽ കണ്ടത് ഒരു നറേറ്റീവാണ്. ആ നറേറ്റീവ് ഉണ്ടാക്കിയ ആളിൻ്റെ പേര് ജനറൽ അസീം മുനീർ എന്ന് തന്നെയാണ്. അതൊരു സംശയമില്ല. ഇത് പരിഗണിക്കാതെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധ്യമല്ല. പ്രശ്നത്തിന് ഞങ്ങൾ തിരിച്ചടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് മീഡിയയുടെ സഹായത്തോടെ ആളുകളെ ധരിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയും. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല, അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഇസ്രയേൽ ഗാസയിലും ലെബനോണിലും കാണിച്ചത്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പുതിയ യുദ്ധമുറ ഇസ്രയേൽ ആവിഷ്കരിക്കുകയായിരുന്നു. അത് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് എട്ടും പൊട്ടും അറിയാത്ത വെറും പട്ടണിപ്പാവങ്ങളായ ഭവനത്തിൽ നിന്ന് വരുന്ന യുവാക്കന്മാരാണ്. പക്ഷെ ആദ്യമായിട്ട് യുദ്ധ മുറകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രയേൽ ഈ രണ്ട് ഇടങ്ങളിലും, ലെബനോനിലും ഗാസയിലും, ഏറ്റവും പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്തത് നേതൃത്വത്തെയാണ്. ഇപ്പോൾ ഹെസ്ബുള്ള എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ
ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെന്ന് ലോകം മുഴുവനും ഖ്യാതി പ്രാപിച്ചതാണ്. അവരെ തൊട്ടാൽ ഇസ്രയേൽ കരിച്ചു കളയുന്നൊക്കെ പറഞ്ഞില്ലേ. 1,00,000 വലിയ മിസൈലിൻ്റെ പുറത്താണ് അവർ ഇരിക്കുന്നത്. അവരോട് കളിക്കാൻ ആർക്കും സാധ്യമല്ല, അതൊക്കെ പറഞ്ഞു വെച്ചിരുന്നാൽ. എന്നിട്ട് എന്ത് പറ്റി? അവിടെ നേതൃത്വത്തെ അടിച്ചൊതുക്കി കളഞ്ഞു. ഹസൻ നസ്രല്ല തൊട്ട് ഇങ്ങനെ താഴെ വരെയുള്ള കാര്യമായ എല്ലാ നേതൃത്വത്തെയും ഒതുക്കി. കാരണം ഈ അക്രമം ചെയ്യുന്നത് സാധാരണ മനുഷ്യരല്ല. ഈ അക്രമം മുഴുവനും പാചകം ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, വിഴുങ്ങാൻ പ്രേരിപ്പിക്കുന്ന നേതൃത്വമാണ്. അവരെ ഒതുക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒക്കത്തില്ല എന്നതാണ് ഇസ്രയേൽ നൽകുന്ന അറിവ്. അത് 100% ശരിയാണ്. ഇപ്പൊ ഗാസയിൽ തന്നെ നോക്കിയാൽ ഹമാസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് പറയാം. അന്ന് വലിയ അധികാരമൊക്കെ കൊണ്ടു നടന്ന് ഈ പാവപ്പെട്ടവരുടെ പേരിൽ ബില്യനേഴ്സായ ഒറ്റ ഒരുത്തൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ ആരുടെയും മരണത്തിൽ സന്തോഷിക്കുക ആശ്വസിക്കുകയില്ല. ഞാനൊരു തന്ത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. അതേ മർമ്മത്തിൽ കൂടെ അല്ലെങ്കിൽ അതേ തന്ത്രത്തിൽ കൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സൈനിക ചിന്തകനല്ല, എനിക്ക് മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ ഇന്റർനാഷണൽ റിലേഷൻ്റെ എക്സ്പെർട്ട് അല്ല. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഈ പറയുന്ന പോലെയുള്ള വലിയ ബോംബും കീമ്പും ഒന്നും ഇല്ലാതെ, വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷെ അതിൽ ഇപ്രകാരമുള്ള ഇതുവരെയുള്ള പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ നീക്കങ്ങളോ അല്ലെങ്കിൽ വിമാനം പറപ്പിക്കുന്നതോ അല്ലെങ്കിൽ മിസൈൽ ചൂണ്ടുന്നതോ ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് നടക്കാൻ പോകുന്നത് ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ജനറൽ മുനീർ ഈ നാടകം അഭിനയിപ്പിച്ചത്, ആ ഉദ്ദേശത്തിൽ അദ്ദേഹം 100% വിജയിക്കാനുള്ള എല്ലാ കരുക്കളും നാം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനിലുള്ള ആളുകൾ ജനറൽ മുനീറിന്റെ നേതൃത്വത്തിൽ അണിനിരന്നു കഴിഞ്ഞു. അത് മുനീറിന് ഒരിക്കലും വിശ്വസിക്കാൻ, സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. നമ്മൾ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ കൊണ്ടും ചില പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെ പാകിസ്ഥാനിലെ ജനം, നിങ്ങൾ അവിടുത്തെ സോഷ്യൽ മീഡിയ ഒന്ന് മോണിറ്റർ ചെയ്താൽ മനസ്സിലാകും, 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നതാണ് അവിടുത്തെ പ്രചരണം. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഒരു വലിയ ആവേശം. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആരാണ്? ഈ മുനീറാണ്. ആരാണ് ഇതിൽ ജയിച്ചത്? ആരാണ് ഇതിൻ്റെ കൊയ്ത്ത് ആഹ്ലാദത്തോടുകൂടെ എടുത്തത്? ഇതുവരെയും അസീം മുനീർ തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് അസീം മുനീർ തന്നെയാണ്. പാകിസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട എല്ലാ മിലിറ്ററി ഓഫീസേഴ്സും ജനറൽ റാങ്കിലുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളെ പാകിസ്ഥാനിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞു. അവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. അവർക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഒരു ചെറിയ ഏറ്റുമുട്ടലുണ്ടാകുന്നത് അവർക്ക് വളരെ ആവശ്യവും ലാഭകരവുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് തെറ്റാകാം, ശരിയാകാം, പക്ഷെ അവർ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നാം അറിയാതെ ഒരു പക്ഷേ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി. അതെന്താണ് യഥാർത്ഥ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം ഇതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആർമി എസ്റ്റാബ്ലിഷ് ആകട്ടെ, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകട്ടെ, അതിൽപ്പെട്ട തലയെടുപ്പുള്ള നേതാക്കന്മാർ, അവരുടെ എല്ലാം ചിന്താഗതി, അവർക്ക് ഏറ്റവും ലാഭകരമായ പണി ഭാരതത്തിൽ ഇപ്രകാരമുള്ള എന്തെങ്കിലും ഒരു അത്യാഹിതം, ഒരു അട്രോസിറ്റി സൃഷ്ടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീമ്പിളക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. നാം എന്താണ് നേടേണ്ടത്? ആ കളി തീക്കളിയാണ്. അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, ലാഭം ഉണ്ടാകത്തില്ല എന്ന് തെളിയിക്കണം. അത് തെളിയിക്കാൻ യുദ്ധം ആവശ്യമേ ഇല്ല. ഇവിടെയാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണം തെറ്റിപ്പോകുന്നത്. യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. യുദ്ധമില്ലാതെ ഈ ഒരു ധാരണയെ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണയാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതെന്താണ്? നാം മറന്നുപോയെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ.
ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ജനറൽ അസീം മുനീർ ഈ കലാപരിപാടി ആവിഷ്കരിച്ചത്? അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കാനാണ്. മറ്റ് യാതൊരു ഉദ്ദേശവുമില്ല. അത് പാകിസ്ഥാനിലുള്ള ആളുകൾക്കറിയാം, വിദേശികളായ പാകിസ്ഥാനികൾക്കും അറിയാം. അപ്പം നാം കൊടുക്കേണ്ട ദൂത് എന്താണ്? ഈ തീക്കളി കൊണ്ട് നിന്റെ കസേര ഉറപ്പിക്കുകയല്ല, കത്തി എരിയുകയാണ് ചെയ്യാൻ പോകുന്നത് തെളിയിച്ചാൽ മതി. അത് തെളിയിക്കാൻ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല, അതിന് ഡിപ്ലോമസിയാണ് വേണ്ടത്. എന്താണ് ഡിപ്ലോമസി? ഈ തരുണത്തിൽ അമേരിക്കയുടെ സഹായത്തോടെ അസീം മുനീറിനെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന വളരെ വളരെ ന്യായമായ നേടിയെടുക്കാവുന്ന ലക്ഷ്യത്തെ നാം പിന്തുടരണം. ആ ഒരു ദിശയിലേക്ക് നാം നീങ്ങുന്നതായിട്ട് യാതൊരു ഇൻഡിക്കേഷനും നാളിതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ അമേരിക്ക തന്നെ വളരെ ശക്തമായ ഭാരതത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നല്ല കാര്യം തന്നെ. ആ പിന്തുണയെ നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ്. അമേരിക്കയുടെ അനുമതിയും അനുഗ്രഹവും ഇല്ലാതെ ജനറൽ അസീം മുനീറിന് തൻ്റെ സ്ഥാനത്ത് ഒരു ദിവസം തുടരുവാൻ സാധ്യമല്ല. അത് റിട്ടയർ ചെയ്ത ആളാണ്. റിട്ടയർ ചെയ്തിട്ടും കസേരയിൽ കടിച്ചു പോയി കിടക്കുന്ന ആട്ടപ്പുഴുവാണ്. അവനെ കസേരയിൽ നിന്ന് ഇറക്കി കുറച്ചുകൂടെ മനുഷ്യത്വവും എന്താ പറയുന്നത്, നിസ്വാർത്ഥതയോടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മനസ്സുമുള്ള ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് അവരോധിപ്പിച്ചാൽ, ഇപ്രകാരമുള്ള കലാപരിപാടികൾ നടത്തിയാൽ എൻ്റെ കസേര തെറിച്ചു പോകും എന്ന ഒരു ബോധം പാകിസ്ഥാനിലെ ആർമി എസ്റ്റാബ്ലിഷ്മെന്റിൽ ഉണ്ടായാൽ ഈ പ്രശ്നം എന്നേക്കുമായും പരിഹരിക്കപ്പെടും. നഷ്ടക്കച്ചവടത്തിന് ആർമി എസ്റ്റാബ്ലിഷ്മെന്റ് പോകത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായ കാര്യം ഇന്ത്യക്ക് ഒരു കൊട്ടു കൊടുത്തു, ഒരു അടി കൊടുത്തു, ഒന്ന് നുള്ളി ഒന്ന് ചാറി, അല്ലെങ്കിൽ ഇപ്രകാരമുള്ള മനുഷ്യത്വത്തിന് നിരക്കാത്ത അട്രോസിറ്റി ചെയ്തു. അതുകൊണ്ട് അവർ ആഹ്ലാദിക്കുകയാണ്. അത് കൊയ്ത്തായിട്ടാണ് അവർ കാണുന്നത്. അത് കൊയ്ത്തല്ല, അത് കൊലക്കയറാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരമാണ് നാം അന്വേഷിക്കുന്നത് എങ്കിൽ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അല്ലാതെ ഇപ്പോൾ പോയി പാകിസ്ഥാനോട് യുദ്ധം ചെയ്താൽ അതിൻ്റെ ഫലം ഒരു പക്ഷേ നാം വിഭാവന ചെയ്തതിനേക്കാളൊക്കെ വളരെ അപ്പുറമായിരിക്കും. എന്ന് മാത്രവുമല്ല, ആ യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്ന് മാത്രവുമല്ല, വാസ്തവത്തിൽ നാം പാകിസ്ഥാന് നൽകേണ്ട റിയൽ മെസ്സേജ്, അതായത് ഭാരതത്തിൽ വന്ന് ഈ തീക്കളി കളിച്ചാൽ അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ, ലാഭമുണ്ടാകത്തില്ല എന്ന ഏറ്റവും അനിവാര്യമായ ദൂത്, മോസ്റ്റ് എസെൻഷ്യൽ മെസ്സേജ്, അതവിടെ എത്തിക്കുന്നതിൽ നാം പരാജയപ്പെടും. അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, നമ്മുടെ വീരനും ശൂരനും പരാക്രമിയുമായ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം വളരെ സതുദ്ദേശത്തോടുകൂടെ തന്നെയാണ് പ്രതികരിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ തൻ്റെ വാക്കുകളിൽ കുടുങ്ങിപ്പോയിട്ട് ദിവസം തോറും വെളിപ്പെട്ട് വരുന്ന പുതിയ അറിവുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും പ്രയോജനം ലഭിക്കാതിരിക്കത്തക്കവണ്ണം കണ്ണടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ ലക്ഷ്യം കൈവരിക്കുക എന്നതാണ് ബുദ്ധി. ഇപ്പോൾ റഷ്യയും യുക്രൈനുമായിട്ട് നടത്തുന്ന യുദ്ധം ആർക്ക് എന്ത് കൈനീട്ടം വരുമോ നമുക്കറിയില്ല. ആരും അങ്ങനെ യുദ്ധം കൊണ്ട് വലുതായിട്ടൊന്നും നേടിയിട്ടില്ല. ഇതല്ല ബുദ്ധി, ഇത് വലിയ മണ്ടത്തരമാണ് എന്ന യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ആർമി അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യയുടെ രക്തം ചൊരിയുന്നത് അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ബോട്ടം ലൈൻ മെസ്സേജ്, അത് ഏറ്റവും കൃത്യമായ വിധത്തിൽ സുതാര്യതയോടെ സ്പഷ്ടതയോടെ ആധികാരികമായി അവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിൽ നാം വിജയിക്കും. അല്ലാതെ അവിടെയും എവിടെയും ബോംബിട്ടു, പടക്കം പൊട്ടിച്ചു, പീരങ്കി വെച്ചു, അല്ല മിസൈൽ അയച്ചു, ഇതുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല എന്നതാണ് ഈ മണ്ടനായ കിളവൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതിനെപ്പറ്റി സത്യസന്ധമായി സധൈര്യം നിഷ്പക്ഷമായി ചിന്തിക്കുകയും നമുക്ക് ഒരുമിച്ച് ഇതിനെപ്പറ്റിയുള്ള ചിന്തകൾ പരസ്പരം കൈമാറാനുള്ള ഒരു വേദിയായി ഈ അവസരത്തെ, ഈ ഉപാധിയെ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് സസ്നേഹം
ഏവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും നേതാക്കന്മാർക്ക് സർവശക്തനായ ദൈവം, മനുഷ്യജാതിയെ ആകമാനം ഒന്നുപോലെ സ്നേഹിക്കുന്ന ദൈവം, പൂർവാധികമായി ബുദ്ധിയും സമനിലയും നൽകട്ടെ, സമചിത്തതയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.